പാരിതോഷികം നൽകുന്നത് ഫ്രാൻസിലുള്ള ബേർഡ്സ് ഓഫ് മ്യൂസിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ലബ്ബാണ്. 10 വാചകങ്ങളുള്ള ഒരു കഥയ്ക്ക് 25 ലക്ഷം രൂപയാണ് അവർ നൽകുന്നത്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഉള്ള കഥാകൃത്തുക്കൾക്കുള്ള ഒരു യോഗ്യത 10 വാചകത്തിൽ കൂടുതൽ ആ കഥയ്ക്ക് ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. 2019 ഒന്നാം സമ്മാനമായി 25 ലക്ഷം നേടിയ കഥയുടെ പേര് വെടിക്കാരൻ, സ്നിപ്പർ എന്നാണ്. അർജന്റീന സ്വദേശിയായ അന്റോണിയോ മക്കിയോ എന്ന പേരുള്ള ആളാണ് ഈ സമ്മാനം വാങ്ങിയത്. കൊച്ചു കഥയാണ്, 10 വാചകമേ ഉള്ളൂ, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എന്നും ജോലിക്ക് പോകാൻ വേണ്ടി ഒരു മനുഷ്യൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം വന്ന് നിൽക്കുന്നത് ഒരു സ്റ്റോപ്പിൽ തന്നെയാണ്. ഒരു വാചകം കഴിഞ്ഞു 2.5 ലക്ഷം രൂപ. നമ്മൾ 1.5 മണിക്കൂർ സംസാരിച്ചാലും നമുക്ക് വളരെ ഒന്നും കിട്ടുകയില്ല. എന്നാൽ ഈ കഥാകൃത്തിന് ഒരു വാചകം പറഞ്ഞപ്പോൾ 2.5 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്നും അദ്ദേഹം ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു പോസ്റ്റിന് ചുവട്ടിൽ നിൽക്കുമായിരുന്നു. ഓപ്പോസിറ്റ് കാണുന്നത് 14 നില ഉള്ള ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൻ്റെ 8ാം നിലയിൽ നിന്നും ഒരു 4 വയസ്സുള്ള മകൻ അതേസമയം പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. 2 വാചകം കഴിഞ്ഞു. 3ാമത്തെ വാചകം. പലതവണ ഇവർ മുഖത്തോട് മുഖം കണ്ടു, ഒന്ന് ചിരിച്ചു രണ്ടുപേരും. ഉടൻ 4 വയസ്സുകാരൻ തോക്കെടുത്തു. തൻ്റെ കയ്യിലിരിക്കുന്ന 2 വിരലുകൾ തോക്കാക്കി യാത്രക്കാരന് നേരെ വെടിവെച്ചു. 3 വാചകം കഴിച്ചു കേട്ടോ. 4.5 ലക്ഷം രൂപ കഴിഞ്ഞു. വെടികൊണ്ടതും യാത്രക്കാരൻ നെഞ്ചിൽ കൈ അമർത്തി വെടികൊണ്ടതുപോലെ അഭിനയിച്ച്, വേദന പോലെ അഭിനയിച്ച് നിന്നു. ഇത് കണ്ട് കുട്ടി പൊട്ടിച്ചിരിച്ചു. തൻ്റെ വെടി ഏറ്റല്ലോ എന്നോർത്ത് പൊട്ടിച്ചിരിച്ചു. ഇത് പല ദിവസങ്ങൾ ആവർത്തിച്ചു. കുട്ടി വെടിവെക്കുമ്പോഴൊക്കെ യാത്രക്കാരൻ നെഞ്ചിൽ അമർത്തി, കൈയമർത്തി കടുത്ത വേദന അനുഭവിച്ചു, അഭിനയിച്ചു. കുട്ടി സന്തോഷത്തോടെ അത് കണ്ട് നിന്ന് തുള്ളിച്ചാടി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യാത്രക്കാരനൊരു കുസൃതി. കുട്ടി തോക്കെടുക്കുന്നതിന് മുമ്പേ യാത്രക്കാരൻ തോക്കെടുത്തു. അവന് നേരെ വെടിവെച്ചു. 8ാം നിലയുടെ മുകളിൽ നിന്ന് അവൻ പടഞ്ഞ് റോഡിൽ വീണു. അവിടെ ഒരു രക്തക്കളമായി മാറി. പരിഭ്രമിച്ചു പോയ യാത്രക്കാരൻ തൻ്റെ കയ്യിൽ ഒരു മുട്ടുസൂചി പോലും ഉണ്ടായിരുന്നില്ല. അവൻ ചെയ്തതുപോലെ വിരൽ കൊണ്ട് വെടിവെച്ചതേ ഉള്ളൂ. നിരവധി ആളുകൾ ഓടിക്കൂടി യാത്രക്കാരനും ഓടിച്ചെന്നു. അയാൾ സങ്കടത്തോടെ ആ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് പറഞ്ഞു, മോനെ, നീ എന്നും എന്നോട് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ഞാൻ അതുപോലെ നിന്നോട് തിരിച്ചു ചെയ്തു എന്നല്ല ഉള്ളോ? അവൻ കണ്ണടയ്ക്കുന്നപ്പോൾ അവസാനം പറഞ്ഞ വാചകം, അങ്കിൽ ഞാൻ അങ്ങേ വെടിവെച്ചതൊന്നും കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞവൻ കണ്ണുകളടയ്ക്കുകയാണ്. അത് തീർന്നു. 25 ലക്ഷം രൂപയും കൊണ്ട് ആ കഥാകൃത്ത് പോയി. പക്ഷെ ചില ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. നമ്മളെക്കാൾ ചെറിയ ആളുകളോട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് ആഴമുണ്ട്. വാസ്തവത്തിൽ അയാളുടെ കയ്യിൽ തോക്കോ വെടിയുണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെടിവെക്കുന്ന പോലെ ആ 4 വയസ്സുകാരനോട് കാട്ടിക്കൊടുത്തത് വെടിവെച്ചതുപോലെ അവന് തോന്നി. അവൻ താഴെ വീണ് പിടഞ്ഞു മരിക്കുകയാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് കടകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമാണ്. പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കുന്ന നമ്മൾ കാണുകയാണ്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോട്
സമൂഹത്തിൻ്റെ അരികു പറ്റി നടക്കുന്നവരോട്, നമുക്ക് തുല്യരല്ലാത്തവരോട്, വനിതകളോട്, അബലരോട്, വികലാംഗരോട്, പാർശ്വവൽകൃത ജനത്തോട് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അവരെ ഗൗരവതരമായിട്ട് ബാധിക്കും എന്ന് ഈ സമയം ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത കാലത്ത് ഞാനൊരു ചിത്രം കണ്ടു. 3 വീടുകളുടെ ചിത്രമാണ്. മദ്യം നിർമ്മിക്കുന്നയാളിൻ്റെ വീട്, അതിൻ്റെ താഴെ മദ്യം വിൽക്കുന്നയാളിൻ്റെ വീട്, ഏറ്റവും താഴെ മദ്യപിക്കുന്നയാളിൻ്റെ വീട്. അല്പം ഈ ചിത്രങ്ങളിൽ അല്പം അതിശയോക്തി ഉണ്ടാകാം, എന്നാൽ തീർച്ചയായിട്ടും അതിൽ അർത്ഥമുണ്ട്. നമ്മൾ സമൂഹത്തെ എവിടേക്ക് നയിക്കുന്നു? നമ്മളെക്കാൾ ചെറിയ മനുഷ്യരോട് നമ്മളുടെ ഇടപാടുകൾ എങ്ങനെയാണ്? നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം.